നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അഞ്ജന ഉണ്ടാക്കിയ ആ സ്പെഷ്യൽ ആയിട്ടുള്ള കറിയൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോയി. കാരണം ഒരുമാതിരി വൃത്തിയായിട്ട ടേസ്റ്റ് ആയിരുന്നു അതിന്. എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ് താനും. ഒടുവിൽ അഞ്ജന ആ കറി കൂട്ടി നോക്കി കഴിഞ്ഞപ്പോൾ അഞ്ജനയ്ക്ക് മനസ്സിലായി അത് ഫ്ലോപ്പാന്നുള്ള കാര്യം. അജയാണ് കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് അഞ്ജനയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അഞ്ജനയ്ക്ക് ഇറക്കാനും പറ്റില്ല, കഴിക്കാനും പറ്റാത്തൊരവസ്ഥയായി. ഈ സമയത്ത് അജയ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പറ്റുന്ന പണി ചെയ്താൽ പോരെ നിനക്ക്, വെറുതെ ഓരോ വേഷം കെട്ടൽ. അപ്പോഴേക്കും അഞ്ജനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെയല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നേ, എന്നാലും ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എൻ്റെ മുത്തശ്ശി. എനിക്ക് ചിരിക്കാൻ വയ്യ, എന്താണെങ്കിലും നീ ഇത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. അഞ്ജനയ്ക്ക് ആകെപ്പാടെ നാണക്കേടായിപ്പോയി. അപ്പോഴേക്കും സംഗീത പറഞ്ഞു, എടാ നീ അവളെ കളിയാക്കൊന്നും വേണ്ട, അവൾ അടുക്കള കയറി ഉണ്ടാക്കാനൊരു മനസ്സ് കാണിച്ചല്ലോ, അത് നിനക്ക് വേണ്ടിയിട്ട്, നിന്നെ അത്ര ഇഷ്ടമായിട്ട്. അത് ആദ്യം എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ പിന്നീട് പതുക്കെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്നേ. എല്ലാവരും ആദ്യം വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ കുറച്ച് ഉപദേശങ്ങളൊക്കെ സംഗീത കൊടുക്കുന്നുണ്ട്. അജയ്ക്കാണെങ്കിൽ ചിരിയാണ് വന്നത്. അഞ്ജനയുടെ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സ്നേഹമൊന്നുമില്ല. അവള് വെറും അഭിനയം കാഴ്ചവെക്കുന്ന, തന്നെ എങ്ങനെയും സ്വന്തമാക്കണമെന്നൊരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാണ് തൻ്റെ പിന്നാലെ അവൾ കൂടിയിരിക്കുന്നുള്ള കാര്യം അജയ്ക്ക് പണ്ടേ മനസ്സിലായതാ. അല്ലെങ്കിൽ പിന്നെ തനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും തൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അതാണ് അജയ്ക്ക് ഒട്ടും കൂടെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ലാത്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഹാളിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അധിക ദിവസമില്ല, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം എൻഗേജ്മെൻറ്റിന്, അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കേട്ട സംഗീത പറഞ്ഞു, അതിനെന്താ, എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എപ്പം വെള്ളം റെഡിയാ. അല്ല ഭവാനി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കെന്ത് ബുദ്ധിമുട്ട്, നിങ്ങളൊക്കെ പറയുന്ന എൻ്റെ സമയം, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ നടത്തുന്നേ. അങ്ങനെയൊക്കെ ഭവാനി ഭയങ്കര താഴ്മയോട് കൂടിയിട്ടൊക്കെയാണ് പറയണേ. അത് കേട്ടതും സൗഭാഗ്യം മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തിയേക്കാം, ഇനിയിപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് എൻഗേജ്മെൻറ്റ് അത് നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് ഭൂമിയാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. അച്ഛൻ്റെ ആ ഫോൺ കിട്ടുമായിരുന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിവരങ്ങളുണ്ടോ എന്നറിയായിരുന്നു, അച്ഛനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു ചിന്തയോടൊക്കെ കൂടിയിട്ട് ഭൂമി അതൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് മുറിയിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അലമാരി ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ കഴിയും. ഒരു പക്ഷേ അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുമോ എന്നൊരു ചിന്ത ഭൂമിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഭൂമി എന്ത് ചെയ്തു, അലമാരിയൊക്കെ ഓരോന്ന് സാധനങ്ങളായിട്ട് എടുത്ത് മാറ്റി പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് തുണിയെല്ലാം കൂടെ താഴേക്ക് ചാടി. അപ്പോഴാണ് ഒരു കത്ത് കാണുന്നത്, ഒരു പേപ്പറിൽ എഴുതിയേക്കുന്ന ഒരു കത്ത്. പെട്ടെന്ന് ഭൂമി അത് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിങ്. ഇത് തനിക്ക് എഴുതിയ കത്താണല്ലോ, എൻ്റെ പ്രിയപ്പെട്ട മോൾക്കെന്നും പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. ഒരു നിമിഷം ഭൂമി അമ്പരന്ന് പോയി. ഇതെപ്പോൾ അച്ഛൻ എഴുതിയ കത്താണ്? അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല ചെയ്യപ്പെടാം, എൻ്റെ മോളുടെ ജീവനും ആപത്താണ്. ഒരു പക്ഷേ മോൾ ഈ കത്ത് വായിക്കണ സമയത്ത് ഞാൻ ഈ ഭൂമി ജീവനോടെ ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. മോളെ എന്നെയൊക്കെ കൊല്ലാനായിട്ട് കൊലയാളി പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്താണ്, മോള് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അതങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമിക്ക് ഒരു കാര്യം മനസ്സിലായി, ശത്രുക്കൾ തൻ്റെ പിന്നാലെയുണ്ട്, അച്ഛനെ കൊന്നത് ശത്രുക്കളാണ്. പെട്ടെന്ന് ഒരു നിമിഷം ഭൂമി വേർത്തുപോയി. എത്രയും പെട്ടെന്ന് തന്നെ ഈ കത്ത് അജയ് സാറിനെ കാണിക്കണം. അങ്ങനെ കാണിക്കുവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും, തൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റും. അച്ഛനെ കൊന്നത് അമ്മയല്ലെന്ന് ഉള്ള ഈ കത്ത്, കാരണം ഈ കത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ശത്രു ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഒരിക്കലും അമ്മയായിരിക്കില്ലല്ലോ ആ ശത്രു, അതുകൊണ്ട് കോടതി തെളിയിക്കാനായിട്ട് പറ്റുമെന്നൊരു ചിന്തയുണ്ടായി. പെട്ടെന്ന് തന്നെ ഭൂമി അജയെ വിളിക്കുകയാണ്. ഈ സമയത്ത് അജയ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭൂമിയുടെ കോള് വരുന്നത്. പറഞ്ഞോ ഭൂമി, എന്താ ഈ സമയത്ത്? അതെ, എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നോ? എന്താ? അതെ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം, സാർ അവിടേക്ക് വരണം, എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു കത്ത്. ആ കത്ത് വായിച്ച സാറിന് മനസ്സിലാവും എൻ്റെ അമ്മ നിരപരാധിയാണ്. കത്തോ? എന്ത് കത്ത്? അത് ഞാൻ നേരിട്ട് വന്നിട്ട് കാണിക്കാം, സാർ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഇത് ഭവാനി കേട്ടു. ഭവാനിക്ക് മനസ്സിലായി മിക്കവാറും ആ കത്തിനകത്ത് എന്താ എഴുതിയേക്കെന്ന് അറിയില്ല. ഇനി ഭൂമി ഈ പറയുന്ന സത്യദാസിൻ്റെ
മകളാണെന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അതോ ഇനിയിപ്പം കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം താൻ പിന്തുടരുന്നുള്ള കാര്യം ആപത്താണ്, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഭ്രാന്തിളകുന്ന പോലെ തോന്നി. പെട്ടെന്ന് അജയ് അങ്ങോട്ട് എഴുന്നേറ്റു. ഈ സമയത്ത് ഭവാനി മുറിയിലേക്ക് എന്നപ്പത്തേനും അഞ്ജന അങ്ങോട്ട് വന്നു. എന്താ അമ്മയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ആ സമയം ഭവാനി പറഞ്ഞു, കണ്ടില്ലേ അവൻ ഈ സമയത്ത് പോന്നേ, അവള് വിളിച്ച ഉടനെ പോന്ന കണ്ടോ, നീയുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക, എന്നിട്ട് ആ ഭൂമിയുടെ പിന്നാലെ പോന്നേ. ശരിക്കും ഇത് കത്തിന്റെ കാര്യമൊന്നും അല്ലെന്നേ, വെറുതെ അവർ തമ്മിൽ അടുപ്പുണ്ടെന്ന് എനിക്ക് തോന്നേ. ഒരു കാരണവശാലും അതിന് നീ അനുവദിക്കരുത്. അജയനെ ഇങ്ങനെ കയറൂരി വിട്ടിട്ടുണ്ടേ നിനക്ക് അവനെ നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് അഞ്ജനയോട് പറയുന്നത്, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അഞ്ജനയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അഞ്ജന പറഞ്ഞു, അമ്മേ അജയ് എന്താണല്ലോ ഇപ്പൊ ഭൂമിയുടെ അടുത്തേക്ക് പോകത്തില്ല, അവനെ ഞാൻ വിടത്തില്ല. അതെ, വിടത്തില്ല എന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവൻ ഇപ്പൊ തന്നെ പോകുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അജയ് പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് പോവാനായിട്ട് ഇറങ്ങുമ്പോഴത്തേനും അഞ്ജന പില്ലാനെ ഓടിച്ചെന്നു. അജയ് എങ്ങോട്ടാ ഈ സമയത്ത്? എനിക്ക് സ്റ്റേഷൻ വരെ പോകണം. അതെ, ഭൂമിയെ കാണാനല്ലേ, ഇപ്പൊ ഒരിടത്തേക്കും പോകുന്നില്ല. പോണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. പോവണ്ട. അത് പറയാൻ നീ ആരാ? ഓ അങ്ങനെയോ? അല്ല, നമ്മുടെ അല്ലേ കല്യാണം, അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ള അവകാശം ഇല്ലെന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലോ, കൂടുതൽ അധികാരം കാണിക്കണ്ടെന്ന് പറഞ്ഞ് അജയ് പെട്ടെന്ന് സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം നിക്ക് അജയ് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ അഞ്ജന വരുവാണ്. പെട്ടെന്ന് അവളുടെ ചെരുപ്പൊന്ന് സ്ലിപ്പായി പോയി. സ്റ്റെയർ കേസെന്ന് അവൾ ഉരുണ്ടുകൊണ്ട് താഴേക്ക് വീഴുവാണ്. അത് കണ്ടുകൊണ്ട് മോളേന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് ഭവാനി അങ്ങോട്ടേക്ക് വന്നു. അജയ് ഞെട്ടിത്തെരിച്ച് നോക്കുമ്പോഴത്തേനും താഴെ വേണം വീണ് കിടക്കുവാണ്. അവളുടെ ബോധം വരെ പോയിട്ടുണ്ടായിരുന്നു. അജയ് എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം എല്ലാവർക്കും അറിയത്തിണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അജയ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഭവാനി എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാധവൊക്കെ പറഞ്ഞു, വേണ്ട ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നീ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ സമയം സഹോദരിയ മുത്തശ്ശി കരയുവാണ്. എൻ്റെ ദൈവമേ, എന്തൊക്കെയായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, ഇനി എന്തൊക്കെ കാണണം, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ വിപത്തുകൾ വരാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. സ്വാഭാവിക മുത്തശ്ശിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഭവാനി പെട്ടെന്ന് എന്ത് ചെയ്തു, കമാലിനെ വിളിക്കുകയാണ്. അപ്പം ഭവാനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ മനഃപൂർവ്വം പോവാതിരുന്ന കാരണം വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കണം കമാലിന്. ഇപ്പം താൻ അഞ്ജനയോട് കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അജയ് ഉണ്ട്, അപ്പം പിന്നെ തനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല കമാലുമായിട്ട്. കമാലിനെ വിളിച്ചപ്പോൾ കമാൽ ചോദിച്ചു, എന്താ മാഡം? അതെ, ആ ഭൂമി ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ ഏതോ ഒരു കത്തുണ്ട്, അവൾ ആ കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ കത്ത് അവളുടെ നിന്ന് വാങ്ങണം. ഇനിയിപ്പോൾ അവളെ തീർത്തിട്ടാണ് ശരി, എങ്ങനെയാണല്ലോ ശരി. അവളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ കമാലിനെ വിട്ടു തരുക. അവൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ആ കത്ത് അജയുടെ കൈ കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റുമാടാം, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഭൂമി അറിയുന്നുണ്ടായിരുന്നില്ല. ഭൂമി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. കമാലിന് എന്താണെങ്കിലും ഭൂമിയെ പിടികൂടാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഭൂമി. അങ്ങനെ അവിടെ വന്ന് അജയനെ അന്വേഷിച്ചപ്പം അജയ് എത്തിയിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പം അജയ് സാർ വന്നില്ലേ, ഇനിയിപ്പോൾ എന്തായിരിക്കും വരാത്ത എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് അജയനെ വിളിച്ചു നോക്കിയപ്പോൾ അജയ് ഇങ്ങനെ കാര്യം പറയണേ, ഞാൻ അഞ്ജനയോട് ഹോസ്പിറ്റലിലേക്ക് പോവുക, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണോ? എനിക്ക് വേണ്ട സാറേ, ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, ഭൂമി ആ കത്തൊക്കെയായിട്ട് നേരെ അവിടെ വീട്ടിലേക്ക് പോവാണ്. ആ കത്ത് അവിടെ ചെന്ന് കൊടുക്കാം, സാറിനെ കണ്ടിട്ട് കൊടുക്കാം എന്നൊരു ചിന്തയോട് കൂടിയിട്ട്, സാറ് കുറച്ച് കഴിയുമ്പോഴത്തേനും വരുമല്ലോ, ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഭൂമി അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ എങ്കിൽ ഭവാനിയുടെ മനസ്സിൽ പോലും അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നില്ല അവൾ ഇങ്ങോട്ടേക്ക് കയറി വരുമെന്ന്. ആ സമയത്ത് കമാല് ഭൂമിയെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഭൂമിയെ പിടികൂടാനായിട്ട് പറ്റിയില്ല. ഭൂമിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയും ആ കത്ത് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനൊരു സാഹചര്യം കാര്യങ്ങളൊന്നും ഒത്തുവരാത്തതുകൊണ്ട് അതിന് സാധിക്കുകയും ചെയ്തില്ല കമാലിന്. കമാൽ ആകെപ്പാടെ പെട്ടുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കത്ത് വാങ്ങിയില്ലെങ്കിൽ മാഡം തന്നെ ചീത്ത പറയുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു താനും. എന്താണെങ്കിലും ഭൂമിക്കൊരാപത്ത് സംഭവിച്ചില്ല. ഭൂമി സൗഭാഗ്യ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുവാണ്. സൗഭാഗ്യ മുത്തശ്ശിനെ വന്ന് കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. കമാലി പിന്നാലെ തന്നെയുണ്ട്, പക്ഷെ ഭൂമിക്ക് സംശയം തോന്നുന്നു തന്നെ കൊല്ലാനായിട്ട് ആരെങ്കിലും പിന്നാലെ ഉണ്ടോയെന്ന്. ഒടുവിൽ അജയ് വന്ന് രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.